ഗുഡ് മോർണിംഗ്. സോ കുറേ കാലമായിട്ട് എനിക്ക് ഭയങ്കര അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ഡേയ്സാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റീവ് സാറ്റർഡേ ആക്കി മാറ്റണം എന്നുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബ്രെഡും അതുപോലെ പീനട്ട് ബട്ടറാട്ടോ കഴിച്ചത്. സംഭവം കുറച്ച് ലേറ്റായി എഴുന്നേൽക്കാൻ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡീറ്റെയിലായിട്ട് കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ പഠിക്കാൻ വന്നിരുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് കുറേ ബാക്ക്ലോഗ്സൊക്കെ തീർക്കണമെന്നുണ്ട്. അതുപോലെ ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് പീസ്ഫുൾ എന്ന കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, പ്രൊഡക്റ്റീവ് ആയിരിക്കണം. അതായിരുന്നു എൻ്റെ മെയിൻ പ്ലാനിങ് ഉണ്ടായിരുന്നത്. സോ അതൊക്കെ എഴുതി വയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വേണ്ട എന്നുള്ളതൊക്കെ. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇന്ന് എനിക്ക് പഠിപ്പിൻ്റെ കാര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് 2 ചാപ്റ്റർ പഠിച്ച് തീർക്കണം എന്നാണ് എൻ്റെ മെയിൻ ഒരു സംഭവം. അതുപോലെ തന്നെ കുറച്ച് റെക്കോർഡും നോട്ട്സൊക്കെ എഴുതി തീർക്കാനുണ്ട്. അപ്പോൾ രാവിലെ എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലാസ്സൊക്കെ നോക്കാട്ടോ. ഞാനിപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ് കണ്ടുപിടിച്ചു. ആൻഡ് അത് ജസ്റ്റാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ഞാൻ യൂട്യൂബിലെ ക്ലാസ്സാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കാൻ തുടങ്ങി. ഇത് അത്യാവശ്യം നല്ല ലോങ് ആയിരുന്നു. അത്യാവശ്യം ഒരു 9 മണിക്കൊക്കെ തുടങ്ങിയിട്ട് വൈകുന്നേരം ഒരു 3 മണി വരെയൊക്കെ പഠിപ്പ് തന്നെയായിരുന്നു കേട്ടോ. സോ ഇനി നിങ്ങളങ്ങനെ കാണാൻ പോണത് ഫുൾ സ്റ്റഡി റിലേറ്റഡ് ക്ലിപ്സാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഞാൻ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇന്ന് പഠിക്കുന്നു. പക്ഷേ വെറുതെ ഇരിക്കുന്ന സമയത്തൊന്നും പനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. കറക്റ്റ് പഠിക്കാതിരിക്കണ ദിവസമായിരിക്കും. അങ്ങനെ ചെറിയ പനിയും കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. മരുന്ന് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഉച്ച വരെ കുറച്ച് പ്രശ്നമായിരുന്നു, എന്നാലും ഞാൻ പഠിച്ചു. പിന്നെ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ. ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്സാട്ടോ ഇത്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം എനർജിയൊക്കെ കിട്ടി. ഞാൻ രാവിലെ ഇരുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റിയത് ഉച്ചയ്ക്ക് ഇരുന്നിട്ടാട്ടോ. രാവിലെ ഞാൻ പറഞ്ഞില്ല ഹെൽത്തി അല്ലായിരുന്നു, പനിയൊക്കെ ഉണ്ട്. അപ്പം മരുന്ന് കഴിച്ച ശേഷം എല്ലാം വേഗം പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് അടിപൊളി ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാം. സോ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനലിന് കുറച്ച് ഗ്രോത്തും റീച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഗിവ് അവേ ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ അതാണ് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചത്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എൻ്റെ ഒരു പാഠം പഠിച്ചു തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന്. ഇത് ഞാൻ ഇന്നലെ റീഡിംഗ് ഡേക്ക് വാങ്ങിച്ച ബുക്കാട്ടോ. ഞങ്ങളുടെ സ്കൂളിൽ എന്താ പറയുക സെയിൽ ഉണ്ടായിരുന്നു, ക്യാൻ വി ബി സ്ട്രേഞ്ചേഴ്സ് അഗെയിൻ. ഞാൻ അങ്ങനെ ഈ ഒരു കൊല്ലമായിട്ടോ റീഡിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ബുക്ക് തുടങ്ങിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ബുക്കാണ്. അങ്ങനെ ബാൽക്കണിയിൽ ഇരുന്ന് വായിക്കാതിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ബാൽക്കണിയൊക്കെ നല്ല വൃത്തിയിലായിട്ടാണ് കിടക്കണേന്ന്. അപ്പം പിന്നെ എന്താ വേഗം അതൊക്കെ വൃത്തിയാക്കിയിട്ടു. ബാൽക്കണി വൃത്തിയാക്കിയ ശേഷം ഞാൻ ഈ ഒരു സ്പേസായിട്ട് വൃത്തിയാക്കി. ഇവിടെ നമ്മുടെ ജിമ്മിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. എനിക്കിന്നത്തെ ഈ ഒരു ഡേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതൊക്കെ നടന്നു. നമ്മൾ കുറേ നേരം പഠിച്ചു, കുറേ ബാക്ക്ലോഗ്സ് അതോടുകൂടി തന്നെ തീർന്നുണ്ടായിരുന്നു. പിന്നെന്താ വീഡിയോ എടുത്തു, ഇതുപോലെ ബാൽക്കണിയിൽ ടൈം സ്പെൻഡ് ചെയ്തു, വായിച്ചു. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് നൈസായിരുന്നു ഈ ഒരു ഡേ. ഈ ഒരു ഈവനിങ് ഇവിടെ കുറച്ച് നേരം നിന്നു, എക്സസൈസ് ഒക്കെ ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. ആൻറ്റി നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കണ റംബൂട്ടാനാണ്. താഴത്തിറങ്ങിയപ്പോൾ അവിടെ നമ്മുടെ ചാമ്പയ്ക്കൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. സോ അത് ഞാൻ കാണിച്ചു തരാൻ വന്നതാട്ടോ. നല്ല ഭംഗിയില്ല, നല്ല പിങ്കിഷ് കളറായിട്ട് നിൽക്കണ കാണാൻ. സോ ബേസിക്കലി ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ചെയ്തതിനോട് കൂടി എൻ്റെ ആവാണ്. കാരണം പിന്നെ നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് കയറി, അതുപോലെ തന്നെ കുളിച്ച് ഫ്രഷായി. പിന്നെ ബാക്കി കുറച്ച് നോട്ട്സും റെക്കോർഡും അതുപോലെ 2ാമത്തെ പാഠം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ എനിക്ക് നാളെ ഇടണം, അതായത് സൺഡേ അപ്ലോഡ് ചെയ്യണം. അതിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് നേരത്തെ വീഡിയോ അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അവസാനിപ്പിച്ചത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.